കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് നേതൃയോഗം നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചിട്ടയായ പ്രവർത്തനമുണ്ടെങ്കിൽ ഏത് തെരഞ്ഞെടുപ്പും വിജയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. താഴെത്തട്ടിൽ ചിട്ടയായ പ്രവർത്തനം നടത്തിയാൽ ഏതു തെരഞ്ഞെടുപ്പും വിജയിക്കാൻ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. UDF കുണ്ടറ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി PC വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രിയപ്പെട്ട C വിശ്വനാഥിനെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് എൻ്റെ അനുഭവത്തിൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏത് തെരഞ്ഞെടുപ്പും നമുക്ക് ജയിക്കാം. നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാം. പ്രവർത്തനത്തിലെ ചിട്ടയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം സ്ക്വാഡ് പ്രവർത്തനം തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോ വീടും കയറി ഇറങ്ങി, ഇപ്പോൾ ബൂത്തിലാണെങ്കിൽ വീടുകളുടെ എണ്ണം കുറവാണ്. ഇപ്പോൾ മൊത്തം എത്ര ബൂത്തുണ്ട്? 226. എൻ്റെ 225. അപ്പോൾ ബൂത്തിൽ 1000 വോട്ടിൽ താഴെയുള്ളൂ. ഒരു 300 വീടേ ഉണ്ടാവുള്ളൂ. വളരെ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് സമയമെടുത്ത് തീർക്കാം ആ വീടുകളെല്ലാം. പക്ഷെ നമുക്ക് പലതരത്തിൽ പണി അറിയാവുന്ന ആളാണ്. നമ്മൾ നന്നായിട്ട് ചെയ്യാനും അറിയാം, മോശമായിട്ട് ചെയ്യാനും അറിയാം. ഇവിടെ ഇരിക്കുന്നവർക്കും അറിയാം, അവിടെ ഇരിക്കുന്നവർക്കും. അപ്പൊ നമ്മൾ സാധാരണ സൈക്കിളെ പോയിട്ട് ഈ പത്രം എറിയുന്ന കുട്ടികളുണ്ട്, അവരിങ്ങനെ എറിഞ്ഞു കൊടുക്കും പത്രം. അതുപോലെ അഭ്യർത്ഥന എറിഞ്ഞു കൊടുക്കാം, അല്ലെ? ഇല്ലെങ്കിൽ മുമ്പിലുള്ള ബോക്സ്, മനോരമയുടെയും മാതൃഭൂമിയുടെയും ബോക്സ് കൊണ്ടേ അഭ്യർത്ഥന ഇടാം. അങ്ങനെ ചെയ്യരുത്. എല്ലാ വീടുകളിലും ചെന്ന് അവരോട് സംസാരിച്ച്, വിശദമായി സംസാരിച്ച് അവരുമായി ഒരു ബന്ധം ഉണ്ടാക്കും. ഞാൻ പറയുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ബൂത്തിൽ ഇനി നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെരിഫിക്കേഷൻ വേണം. വെരിഫിക്കേഷനാണ് ഏറ്റവും പ്രധാനം. എല്ലാ തെരഞ്ഞെടുപ്പിലും ആദ്യത്തെ സ്കോഡിൽ ചെയ്യേണ്ടത് വെരിഫിക്കേഷൻ. തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ എത്തിക്കുന്നതിനോടൊപ്പം വീടുകളിൽ നേരിട്ടെത്തി അവരുടെ ജീവിത സാഹചര്യവും പ്രശ്നങ്ങളും ചോദിച്ചറിയണമെന്നും അതിലൂടെ ബന്ധം സ്ഥാപിക്കണമെന്നും VD സതീശൻ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ കണക്ട് കുണ്ടറ വഴി നടപ്പിലാക്കിയ പദ്ധതികളെ പ്രതിപാദിക്കുന്ന ഒരു വിജയരേഖ എന്ന കൈപ്പുസ്തകം ആദ്യം വിതരണം ചെയ്തിരുന്നു. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയോടൊപ്പം KPCC പുറത്തിറക്കിയ കുറ്റപത്രം 2ാം സ്ക്വാഡിന്റെ ഭാഗമായി കൊടുത്തിരുന്നു. 3ാം സ്ക്വാഡിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കേരളപുരത്തെ പുതിയുഗ യാത്രാ വേദിയിൽ റിലീസ് ചെയ്ത MLAയുടെ 5 വർഷത്തെ പ്രവർത്തനങ്ങളെ പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് കാർഡും നമ്മുടെ ഗ്യാരണ്ടി കാർഡും, ഇത് രണ്ടും കൂടെ ചേർന്നതാണ് 3ാമത്തെ മെറ്റീരിയൽ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.